ആത്മാ നമസ്തേ. സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ സംഘടിപ്പിക്കുന്ന നവരാത്രി സത്സംഗിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാം ഏകദേശം 41 മണിക്കൂർ കൂടുതൽ ഉണ്ടാവും. ടോട്ടൽ പ്രോഗ്രാം 30-ാം തീയതി സെപ്റ്റംബർ 30-ന് വൈകിട്ട് 6 മണിക്ക് ആരംഭിച്ച് അന്ന് ദുർഗാഷ്ടമിയാണ്. ദെൻ നവമി വിജയദശമി ദിവസം ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ നടത്തുന്ന ഒരു ധ്യാനയജ്ഞമാണ്. ധ്യാനയജ്ഞത്തിൽ എല്ലാ മണിക്കൂറും ഓരോ മണിക്കൂറും നമ്മൾ ഒരു മെഡിറ്റേഷൻ ഇൻഫാർട്സ് എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യും. ദുർഗാഷ്ടമിക്ക് ഈവനിങ് നമ്മൾ തുടങ്ങിയിട്ട് വിജയദശമിയുടെ അന്ന് 10 മണിക്കാണ് അത് അവസാനിക്കുക. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള 41 മെഡിറ്റേഷൻ ഇൻഫാർട്സ് എല്ലാ മണിക്കൂറുകളിലും സെൻറ്ററിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ധ്യാനയജ്ഞത്തിന് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് സൗജന്യമായിട്ട് വന്ന് അതിൽ ഓരോ മണിക്കൂറും നിങ്ങൾക്ക് ഓരോ സ്ലോട്ട് അവൈലബിൾ ആണ്. ഓരോ മണിക്കൂർ സ്ലോട്ടിൽ നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാം. അത് കൂടാതെ നമ്മൾ ഈവനിങ്ങിലും മോർണിംഗിലും എല്ലാം ഗ്രൂപ്പ് മെഡിറ്റേഷൻ ഉണ്ട്. അതിലും വന്ന് നിങ്ങൾക്ക് ഭാഗമാവാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. പിന്നെ പ്രധാനമായിട്ടും വരുന്നത് ദുർഗാഷ്ടമി ദിവസം നമ്മൾ ട്രഡീഷണലി നമ്മൾ പുസ്തകങ്ങളും ഉപകരണങ്ങളും ഒക്കെ നമ്മൾ പൂജിക്കും. ഇവിടെ നമ്മൾ പ്രാണിക് ഹീലിംഗ് വേയിൽ നമ്മുടെ ബുക്കുകൾ, അതേപോലെ ഹീലിംഗ് ക്രിസ്റ്റൽസ്, മറ്റ് ടൂൾസ്, ഈവൻ നിങ്ങളുടെ വാഹനങ്ങളുടെയൊക്കെ കീ, ഇതെല്ലാം നമ്മൾ പ്രാണിക് ഹീലിംഗ് വേയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, സോ അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണലി നമ്മൾ സാധാരണ വിജയദശമി ദിവസമാണ് എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ വിജയദശമി ദിവസമായിരിക്കും എടുക്കുക. അപ്പം അത്രയും സമയം അത് നമ്മൾ കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് വെക്കും. ഈ പ്രോഗ്രാം ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇതിൽ ദുർഗാഷ്ടമി ദിവസം നിങ്ങളുടെ ബുക്സോ ഹീലിംഗ് ക്രിസ്റ്റൽസോ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് 6 മണിക്ക് മുമ്പായിട്ട്, പ്രത്യേകിച്ച് ക്രിസ്റ്റൽസ് ഒക്കെ ആണെങ്കിൽ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യാം. വിജയദശമിയുടെ അന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ 12 മണിക്ക് മുമ്പായിട്ട് അത് തിരിച്ച് മേടിക്കുക. നവമി ദിവസം നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അത് മോർണിംഗ് 9:30 to 6:30 ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ദിവസം നമ്മൾ ഫുൾ ടൈം നമ്മൾ പ്യൂരിഫിക്കേഷൻ ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെ പ്യൂരിഫിക്കേഷനിൽ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ മെറ്റീരിയൽ ഫൈനാൻഷ്യൽ പ്രോസ്പെരിറ്റി, വലിയ സാമ്പത്തിക അഭിവൃദ്ധിയും ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്നതിനും തടസ്സമായിട്ടിരിക്കുന്ന നമ്മുടെ സിസ്റ്റത്തിലല്ല, നമ്മുടെ ഫിസിക്കൽ, എത്രിക്കൽ, ഇമോഷണൽ, മെന്റൽ ബോഡീസിലൊക്കെ ഉള്ള എല്ലാ ബ്ലോക്കേജസും, നമ്മൾ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ കുറെ ചിന്തകളാവാം, വികാരങ്ങളാവാം, അതേപോലെ നമ്മളെ കുറെ കാര്യങ്ങളോടുള്ള നമ്മുടെ പെർസെപ്ഷൻസ് ആവാം, നമ്മുടെ കുറെ നല്ലതല്ലാത്ത മെമ്മറീസും രജിസ്ട്രേഷൻസും ഒക്കെ ആവാം. ഇതൊക്കെ ഊർജ്ജതലത്തിൽ നമ്മുടെ ഈ വ്യത്യസ്തമായ ശരീരങ്ങളിൽ, സൂക്ഷ്മ ശരീരങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ഇത് നമ്മളിലേക്ക് ജീവിതത്തിലേക്ക് സൗഭാഗ്യം അട്രാക്ട് ചെയ്യുന്നതിന് തടസ്സമാവും. അപ്പൊ ഇതെല്ലാം റിമൂവ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ നവമി ഡേയിൽ നടത്തുന്ന സത്സംഗ്. അപ്പൊ അത് നമ്മൾ സ്പെഷ്യൽ സെഷൻ ഓൺ പ്രോസ്പെരിറ്റി പറഞ്ഞാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാ പ്രാണിക് ഹീലേഴ്സും അതിൽ പങ്കെടുക്കാം. ആ പ്രോഗ്രാമിൽ നമ്മൾ നമ്മുടെ ചക്രയിലും നമ്മുടെ ഓറയിലും ഒക്കെ ഉള്ള നമ്മുടെ ജീവിതത്തിലെ അഭിവൃദ്ധിക്ക് തടസ്സമായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പദ് സമൃദ്ധി, ഐശ്വര്യ അഭിവൃദ്ധി ഒക്കെ അട്രാക്ട് ചെയ്യുന്നതിന് തടസ്സമായിട്ടിരിക്കുന്ന എനർജീസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. സോ സാധിക്കുന്ന ആൾക്കാരൊക്കെ അതിൽ പങ്കെടുക്കുക. അത് ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിന് സമ്പദ് സമൃദ്ധിയും ഐശ്വര്യ അഭിവൃദ്ധിയും ഒക്കെ നേടുന്നതിന് നിങ്ങളെ വലിയ അളവിൽ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും അത്. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിജയദശമി ദിവസം നമ്മൾ സാധാരണ വിദ്യാരംഭത്തിന്റെ ദിവസമാണ്. അന്ന് ഇത്തവണ ഒരു സ്പെഷ്യാലിറ്റി പറയുന്നത്, സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കുട്ടികൾക്കുള്ള പ്രോഗ്രാംസ് നടത്തുന്നതാണ്. ലീഡർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് കുട്ടികൾക്കുള്ള പ്രോഗ്രാം, ക്രിയേറ്റ് യുവർ ഫ്യൂച്ചർ, ഈ പ്രോഗ്രാംസ് ഒക്കെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ എല്ലാ നവരാത്രി ദിവസവും നമ്മൾ നവരാത്രി ആരംഭിക്കുന്നത് മുതൽ 9 ദിവസവും ഈ 10 ദിവസവും ഈ പ്രാക്ടീസ്, കുട്ടികൾക്കുള്ള പ്രാക്ടീസ് ഒക്കെ നടത്താറുണ്ട്. അത് കൂടാതെ കുട്ടികളുടെ അവരെ പഠന മികവിന് വേണ്ടി അവരനുഭവിക്കുന്ന മറ്റ് ചില മാനസിക സംഘർഷങ്ങളും അവരുടെ സൽസ്വഭാവങ്ങൾക്ക് വേണ്ടി അവരുടെ സദ്ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള ധാരാളം പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്.
സാധാരണ നമ്മളത് ചെയ്യാറ് പ്രാണി ഹീലേഴ്സിന്റെ ഫാമിലിയിലുള്ള കുട്ടികൾക്കാണ്. ഇത്തവണ 2025 ഈ വിദ്യാരംഭത്തില് നമ്മൾ സ്കൂൾ ഓഫ് വെർച്യൂസ് എന്ന് പറഞ്ഞിട്ട് ഈവൻ പബ്ലിക്കിനും ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തില് നമ്മളൊരു പുതിയ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ഏതൊരാൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. അതുകൊണ്ട് അതുവഴി അവരുടെ കുട്ടികളിൽ നല്ല സദ്ഗുണങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ട പരിശീലനങ്ങളാണ് ആ പ്രോഗ്രാമിലൂടെ നൽകുക. അപ്പൊ അങ്ങനെ ഒരു സ്കൂൾ ഓഫ് ഹീലിംഗിന്റെ ഒരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുകയും കൂടിയാണ് ഈ വിജയദശമി ദിവസം. അതാണ് 2025 വിജയദശമിയുടെ ഒരു പ്രത്യേകത. കോഴിക്കോട് നമ്മൾ സെന്റർ ആരംഭിച്ചത് ഒരു വിജയദശമി ദിവസമാണ് 2018. 2025 7 വർഷം പൂർത്തീകരിക്കും. ആ 7 വർഷം പൂർത്തീകരിക്കുന്ന സമയത്ത് നമ്മളൊരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. സ്കൂൾ ഓഫ് ഹീലിംഗ് എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി അവരുടെ പഠന നിലവാരം മികച്ചതാക്കാൻ വേണ്ടി അവർ സദ്ഗുണ സമ്പന്നരായിട്ട് വളരുന്നതിന് വേണ്ടിയൊക്കെ അവർ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണത്. ആർക്കും അതിൽ പങ്കെടുക്കാം. എപ്പോഴും നമ്മൾ പ്രാണി ഹീലേഴ്സിന്റെ കുട്ടികൾക്കുള്ള പ്രോഗ്രാം നടക്കുമ്പോൾ എല്ലാ പ്രാണി ഹീലേഴ്സും പറയുന്നതാണ് അവരുടെ റിലേറ്റീവ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, നെയ്ബേഴ്സ് ഉണ്ട്, അവിടെയൊക്കെ ധാരാളം കുട്ടികളുണ്ട്, അവരെയൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു പ്രോഗ്രാം മുതൽ നമുക്ക് ആർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കും, പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടി. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ദിവസങ്ങളിൽ ചെയ്യുന്ന ഈ 41 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഡിറ്റേഷൻ വിത്ത് യൂണിഫാർട്സ്, അല്ലെങ്കിൽ നമ്മളതിന് ധ്യാനയജ്ഞം എന്നാ പറയുന്നത്. അതിന്റെ ഒരു പ്രത്യേകത പറയുന്നത് നമ്മൾ ഓരോ സമയവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇതിന് മുമ്പുള്ള പല സെഷൻസിലൊക്കെ പങ്കെടുത്ത ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. നമ്മൾ പറയും ഈ രാവിലെയുള്ള ബ്രഹ്മ മുഹൂർത്തം, മോർണിംഗ് ടൈം വളരെ നല്ലതാണ്. ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഉദയത്തിന് മുമ്പുള്ള 2 നാഴിക മുന്നുള്ള സമയം, ഇങ്ങനെ ഓരോ സമയത്തിന്റെ പ്രത്യേകതകൾ പറയും. യഥാർത്ഥത്തിൽ അങ്ങനെ സമയത്തിന് പ്രത്യേകത ഉണ്ട്. അപ്പൊ ചില പരിശീലനങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ചില ടൈപ്സ് ഓഫ് എനർജീസ് അല്ലെങ്കിൽ ചില പ്രത്യേക എനർജിയൊക്കെ നമുക്ക് കൂടുതൽ സ്വായത്താക്കുന്നതിന് ചില പ്രത്യേക സമയങ്ങളിൽ നമ്മൾ പരിശീലിക്കുന്നത് നല്ലതാണ്. സോ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മൾ ചില സിനിമയിലൊക്കെ കാണാം. അത് പലപ്പോഴും ചില ബ്ലാക്ക് മജീഷ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ആയിട്ടോ നമ്മൾ സിനിമയിലൊക്കെ കാണാം. അർദ്ധരാത്രിയിൽ അവർ ചില പ്രത്യേക പ്രാക്ടീസുകളൊക്കെ ചെയ്യും, അമാവാസി ദിവസം ചെയ്യുന്നൊക്കെ പറഞ്ഞു. സോ അത് അതേപോലെയല്ല അർദ്ധരാത്രി പ്രാക്ടീസ് ചെയ്യുന്നത് പറയാൻ വേണ്ടിയല്ല, മറിച്ച് ഇങ്ങനെ ഓരോ സമയത്തും മെഡിറ്റേറ്റ് ചെയ്യുന്നതിന് ഓരോ പ്രത്യേകതകളുണ്ട്. ശരിക്ക് നമ്മള് ഉദിച്ചു കഴിഞ്ഞ് ഇത്ര നാഴിക സമയം ചെയ്യുന്ന പ്രാക്ടീസിന് ഒരു പ്രത്യേകത ഉണ്ട്. അതേപോലെ ഓരോ സമയത്തും ഇപ്പൊ ചില പൂജാവിധികളൊക്കെ ഉണ്ട്. ചില പൂജാവിധികളൊക്കെ ഉദയത്തിന് മുമ്പ് ചെയ്യുന്നതുണ്ട്, ഉദയത്തിന് ശേഷം ചെയ്യുന്നുണ്ട്. ചില വിധികളൊക്കെ കേട്ടിട്ടുണ്ട് നട്ടുച്ച സമയത്ത് ചെയ്യും. ചില പൂജാവിധികളുണ്ട് അത് അർദ്ധരാത്രിയിൽ ചെയ്യുന്നത്. സോ ഇതിന്റെ കാര്യം പറയുന്നത് ഓരോ മണിക്കൂറും നമ്മൾ ജ്യോതിഷത്തിലൊക്കെ അതിന് പോരാന്നാ പറയാം. ഓരോ മണിക്കൂർ ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ടാവും പറയും. അത് കൂടാതെ നമ്മുടെ യൂണിവേഴ്സൽ എനർജി ഉണ്ട്. ആ പ്രാപഞ്ചിക എനർജിയുടെ ഒരുപാട് ടൈപ്സ് ഓഫ് എനർജി ഉണ്ട്. ഇതിന്റെ സ്വാധീനം ഭൂമിയിൽ ഓരോ മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ അത് ആക്റ്റീവ് ആയിട്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ത്രൂ ഔട്ട് നമുക്ക് ഈ ചില പരിശീലനങ്ങൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ യൂണിവേഴ്സൽ എനർജിയുടെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് എനർജി നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്വായത്താക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും വേണം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഈ യൂണിവേഴ്സിന്റെ ഒരു മൈക്രോ എക്സിസ്റ്റൻസ് ആണ് നമ്മൾ ഓരോരുത്തരെന്ന് പറയും. അപ്പൊ നമുക്ക് ആ യൂണിവേഴ്സിന്റെ ടോട്ടാലിറ്റി, ആ ടോട്ടൽ എനർജിയുടെ ഒരു മൈക്രോ ആസ്പെക്ട് നമ്മളിലൊക്കെ നമുക്ക് നിലനിർത്താൻ സാധിച്ചാൽ നമ്മളുടെ ലൈഫിലൊക്കെ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇത് കേട്ടതാണ് ഞാൻ. ഈ നവരാത്രി പോലെയുള്ള സമയങ്ങൾ, പ്രത്യേകിച്ചും ദുർഗാഷ്ടമി മുതൽ വിജയദശമി വരെയുള്ള സമയം ട്രഡീഷണലി അതിന് പറയാം അടച്ചുപൂജ എന്നാ പറയാം. അതായത് ഫുൾ ടൈം അത് നമ്മൾ പൂജിക്കാൻ വെക്കുക ചെയ്യും. അപ്പൊ അതുവഴി ഈ ഒരു സർക്കിൾ ഒരു സന്ധ്യക്ക് തുടങ്ങി പിറ്റേ ദിവസം സന്ധ്യ കഴിഞ്ഞ് 24 hours കഴിഞ്ഞു, ദെൻ അഗെയിൻ ഒരു 12 hours കഴിഞ്ഞ് പിറ്റേ ദിവസം മോർണിംഗിൽ അടുക്കുന്നു. ഏകദേശം ഒരു 36 മണിക്കൂർ സമയം. ഇത് ഒരു പ്രധാനപ്പെട്ട ടൈമായിട്ടാണ് പരമ്പരാഗതമായിട്ട് വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ ഈ സമയത്ത് ത്രൂ ഔട്ട് നമ്മൾ നമ്മുടെ ബുക്കുകളും അതേപോലെ നമ്മളെ ഉപകരണങ്ങളും ആയുധങ്ങളും
ഒക്കെ നമ്മൾ പൂജിക്കുന്ന സമയത്ത് ഈ സ്പെഷ്യൽ എനർജീസ് എല്ലാം ഈ ഓരോ ടൈം വഴി ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന എനർജീസിന്റെ ഒക്കെ സ്വാധീനം നമുക്ക് ലഭിക്കുന്ന പറയാം. ഇനി ഈ സ്പിരിച്വൽ എനർജി നമ്മൾ പറയുമ്പോൾ ഡിവൈൻ എനർജിയാണ് നമ്മൾ ഇതിൽ ഇംപ്രഗ്നേറ്റഡ് ആവുന്നത് പൂജകളിലൊക്കെ. സോ സ്പിരിച്വൽ എനർജിയുടെ അല്ലെങ്കിൽ ഡിവൈൻ എനർജിയുടെ പ്രത്യേകത പറയുന്നത് അത് ഏതെല്ലാം ഹയർ തലത്തുനിന്ന് വരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെഡിറ്റേഷൻ ട്വിൻ ഹാർട്സ് നമുക്കറിയാം. മെഡിറ്റേഷൻ ട്വിൻ ഹാർട്സ് നമ്മുടെ ക്രൗഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അത് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്നതാണ്. അത് ഇൻഡ്യൂഷണൽ സെന്റേഴ്സ് ആണ് ക്രൗഡ് ചക്ര നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഡ്യൂഷണൽ പ്ലെയിനിൽ നിന്നുള്ള എനർജി, ഇൻഡ്യൂഷണൽ പ്ലെയിനിൽ നിന്നുള്ള എനർജി അല്ലെങ്കിൽ ആ യൂണിവേഴ്സൽ തലത്തു നിന്നുള്ള പ്രാപഞ്ചിക തലത്തു നിന്നുള്ള എനർജി നമുക്ക് ത്രൂ ഔട്ട് ലഭിക്കുക. അപ്പൊ അപ്പോഴൊരു പ്രത്യേകത ഉണ്ട്, ഓരോ ടൈമിന്റെയും പ്രത്യേകത ഉണ്ട്. ഓരോ ടൈമിലും ആക്ടിവേറ്റ് ചെയ്യുന്ന എനർജി ഡിഫറെന്റ് ആണ് പറയും. ഇതെല്ലാം ചില ട്രഡീഷണൽ കോൺസെപ്റ്റ് ആണ്. സോ നമ്മളൊരു 36 hours കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മെഡിറ്റേഷൻ ഡിപ്പാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ എനർജീസ് ഒക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഒരാൾക്ക് ഇത് സാധിക്കില്ല. ഒരാൾക്ക് 36 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സാധിക്കില്ല. നമുക്കറിയാം ഈവൻ പ്രാണിഹീലിംഗ് പഠിച്ച ആൾക്കാർക്ക് അറിയാം മെഡിറ്റേഷൻ ഡിപ്പാർട്സ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എനർജി കൺജസ്റ്റഡ് ആവുന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഇത് യജ്ഞമായിട്ട് നടത്തുക. സോ യജ്ഞങ്ങൾ നടത്തുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ യജ്ഞത്തിൽ എങ്ങനെയെങ്കിലും ഒരാൾ ഭാഗവാക്കാവുമ്പോൾ അയാൾക്ക് എല്ലാവർക്കും അതിൽ ഏതെങ്കിലും പാർട്ടായിട്ട് അതിൽ ഇൻവോൾവ് ആവുന്ന ആൾക്കാർക്കൊക്കെ ആ യജ്ഞത്തിന്റെ ഫലം ലഭിക്കും അത്ര. അപ്പൊ അതുകൊണ്ട് ആളുകൾ ഏതെങ്കിലും രീതിയിൽ യജ്ഞത്തിൽ ഇൻവോൾവ് ആവും, പല രീതിയിൽ ഇൻവോൾവ് ആവും. അപ്പൊ നമ്മളിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്ന സമയത്ത് നിങ്ങൾ ത്രൂ ഔട്ട് മെഡിറ്റേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ആ അതൊരു പ്രോഗ്രാമിംഗ് ആണ്. ഈ 41 മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ ആ ഒരു 36 hours 36 hours ലഭിക്കുന്നു എന്ന് ഉറപ്പിക്കാനാണ് നമ്മൾ അതിന്റെ മുന്നേ ശേഷം 1.5 മണിക്കൂറും അല്ലെങ്കിൽ 2.5 മണിക്കൂറും കൂടെ ഇട്ടിട്ട് അത് 41 hours ആക്കി മാറ്റിയത്. ആ 36ന്റെ ഫലം കിട്ടുന്നു എന്ന് ഉറപ്പിക്കാൻ. സോ അതൊരു പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ അതുവഴി സംജാതാവുന്ന എനർജി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അത് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഒരു യജ്ഞ എന്നുള്ള പേരിട്ടത്. അതും ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ ഇത് നമുക്ക് നമ്മളെയൊക്കെ അറിവില്, എന്റെ അറിവില് ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വേറെ എവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ട്രഡീഷണലി പലപ്പോഴും ഈ അർച്ചനകളും അതേപോലെ തന്നെ നാമജപങ്ങളും അഖണ്ഡ നാമജപങ്ങളും ഒക്കെ ഈ സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടത്തും. സോ ഇതൊക്കെ നല്ലതാണ്. ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന ഈ എനർജി കണക്ഷൻസ് ഒക്കെ ലഭിക്കാൻ വേണ്ടി നമ്മളെ വലിയ അളവിൽ സഹായിക്കും. സോ ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഇത് നമുക്കൊരു അവസരമാണ്. നിങ്ങൾ എല്ലാവരും തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഇപ്പം നമുക്ക് മണിക്കൂറിൽ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ മെഡിറ്റേഷൻ ചെയ്യാനുള്ള സ്ലോട്ട്സ് ഉണ്ട്. അതിൽ ഇപ്പം നിലവിൽ കുറച്ച് സ്ലോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഇത് അതിന്റെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഇൻഡിവിജ്വൽ സ്ലോട്ട്സ് അവൈലബിൾ ആണെങ്കിൽ അത് തീരുന്നതിന് മുന്നേ നിങ്ങൾക്ക് അതിൽ എൻറോൾ ചെയ്യാം. മറ്റൊന്ന്, നമ്മൾ ഗ്രൂപ്പ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഒരു ഫ്രീക്വന്റ് ഇന്റർവെൽസിൽ ഗ്രൂപ്പ് മെഡിറ്റേഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാം. സോ സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ ഇത്തവണ നടത്തുന്ന ഈ നവരാത്രി സത്സംഗിന്റെ ദുർഗാഷ്ടമി സത്സംഗ്, മഹാനവമി സത്സംഗ്, വിജയദശമി സത്സംഗ്, പ്രത്യേകിച്ചും ഈ മെഡിറ്റേഷൻ ട്വിൻ ഹാർട്സ് ധ്യാന യജ്ഞം, ഇതിലേക്കൊക്കെ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സോ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ വളരെ കുറച്ച് രീതിയിലാണ്, ചെറിയ രീതിയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ കൂടുതൽ ഇതിനെപ്പറ്റി അറിയാനൊക്കെ വേണ്ടി നിങ്ങൾ വോളണ്ടിയേഴ്സിനെയൊക്കെ കോൺടാക്ട് ചെയ്യാം. സോ എല്ലാവരും, എല്ലാ പ്രാണിക്കില്ലേഴ്സും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. എല്ലാവരും ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ആത്മാനമസ്തേ.